ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. രാവിലെയുള്ള നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മുടെ ഒരു ദിവസം എങ്ങനെയാകണം എന്ന് തീരുമാനിക്കുന്നത്. ഇന്നലത്തെ പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കാതെ ഇന്നത്തെ പോസിബിലിറ്റീസിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ രാവിലെയുള്ള മോർണിംഗ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ണമ്മോൻ ദേ ഒരു ബാറ്റുമായിട്ട് വന്ന് നിൽക്കുന്നു. അബിയുണ്ട്. അവർ ചിറക്കര സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞിടാ, രാവിലെ എന്തിനാ പോണേ? അപ്പോൾ പോകണമെന്നും പറഞ്ഞ് രണ്ടും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. ഹായ്, ഇവിടെ എന്താ നടക്കുന്നേ? നമ്മുടെ പുത്രൻ NCC ക്യാമ്പിൽ പോകുമ്പോഴാണ് നാളെ. തയ്യാറല്ലേ? NCC ക്യാമ്പിന് എവിടെയാണ് പോകുന്നത്? കൊട്ടറ. അപ്പൊ ഞാൻ പോണ്ടാന്ന് പറഞ്ഞിട്ട് അമലിന് പോണോന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കണം. എന്താണ് അമല് പോവാൻ ഇഷ്ടം? എന്തുകൊണ്ടാണ്? രസം അല്ലേ, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ചില്ല് ചെയ്യാം. ഓക്കെ, എനിക്ക് പിന്നെ NCC ക്യാമ്പിന് വിടണമെന്നൊന്നും വലിയ ആഗ്രഹമില്ല. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ചേട്ടാ അതിന്റെ കാര്യം? NCC ക്യാമ്പിന് പോകുന്നത് കുട്ടികളുടെ ഉത്തരവാദിത്വം അവരിലോട്ട് ഉത്തരവാദിത്വം വളർത്തിയെടുക്കുക, ഡിസിപ്ലിൻ വളർത്തിയെടുക്കുക, അവരുടെ ശീലങ്ങൾ, നല്ല ശീലങ്ങൾ കുട്ടിക്കാലം പോലെ രാജ്യസ്നേഹം വളർത്തിയെടുക്കുക. മനസ്സിലായില്ലേ? ഇപ്പൊ മോനെ പട്ടാളത്തിൽ വിടാനാണോ അച്ഛൻ ആഗ്രഹിക്കുന്നത്? പട്ടാളത്തിൽ വിടണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ അവരാണ് തീരുമാനം എടുക്കേണ്ടത്, പോണോ പോണ്ടേ എന്നുള്ള കാര്യത്തിൽ. ബട്ട് നമുക്ക് പേരൻസ് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവരെ നല്ല രീതിയിൽ വാർത്തെടുക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ക്യാമ്പിന് കൊണ്ടുള്ള സാധനങ്ങളൊക്കെ പറക്കി വെക്കുകയാണ്. പിന്നെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് എന്തൊക്കെയാണ് ചെക്ക് ലിസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ചെക്ക് ലിസ്റ്റ് തയ്യാറാണ്. സോപ്പും പേസ്റ്റ്, പുതിയ ബ്രഷ് മേടിക്കണം കേട്ടോ. അമലുവിനെ ഡിസിപ്ലിൻ പഠിപ്പിക്കാനാണ് ക്യാമ്പിന് വിടുന്നതെന്നാണ് അച്ഛൻ പറയുന്നത്. ഓക്കെ, ഇതോടെ അമലുവിന് ഡിസിപ്ലിൻ വരുമോ എന്നുള്ളത് നോക്കാം അല്ലേ അമലു ഹാപ്പി? അപ്പം ഞങ്ങൾക്ക് 6-ാം തീയതി ഒരു കല്യാണം ഉണ്ട്. ഇപ്പോൾ അമലു പിന്നെ ക്യാമ്പിന് പോവുകയാണ്. അപ്പോൾ അമലുവിന് എന്തായാലും ക്യാമ്പിന് പോകണം. 10 ദിവസം അമലു ക്യാമ്പിലായിരിക്കും കേട്ടോ. അച്ഛൻ ഇപ്പോഴേ 5 മണിക്ക് എഴുന്നേറ്റ് PT, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ ക്ലാസ്, പരേഡ്, പിന്നെ വീണ്ടും ക്ലാസ്, പിന്നെ ഏരിയ മെയിൻ്റനൻസ്, ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഫുഡ്, വീണ്ടും ക്ലാസ്, അമലുവിന് ഇഷ്ടമുള്ള രാത്രി നൈറ്റ് ഡ്യൂട്ടി, അതൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അമലുവിന് ഇഷ്ടമല്ലേ? അപ്പം അമലു പോട്ടെ അല്ലേ? ഓക്കെ, എല്ലാവരും അമലുവിനൊരു ഓൾ ദ ബെസ്റ്റ് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഞാൻ അമ്മയെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അമ്മയ്ക്ക് കാലിൽ ചെറിയൊരു ഹെൽത്ത് ബ്ലസ്സിങ്. ഇപ്പോഴും ഞാൻ വെച്ചൊന്ന് കൊണ്ടുപോയിട്ട് ടീച്ചറോട് വരായിരുന്നതാണ്. ഇപ്പോൾ 1 മണിക്ക് മുമ്പ് എത്തുന്നൊരു സംശയം. 1 മണിക്ക് മുമ്പേ ചിലപ്പോൾ എത്തിയില്ലെങ്കിൽ ഞാൻ ചേച്ചി വിളിച്ചോണ്ട് പോവാം. ഓക്കെ, ശരി, പോയിട്ട് പോയോ. ഓക്കെ, ബൈ. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള 1 PM ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ 1 മണിയുടെ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞു. ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. കാര്യം സ്റ്റുഡൻസ് ഓരോരുത്തരും അവരുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ, അവർ അത്ര ഹാപ്പിനെസ്സിലേക്കൊക്കെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം, എന്തെന്നില്ലാത്ത സന്തോഷം. ലൈഫിൽ ഒരു പ്രതിസന്ധി വരുമ്പോ പലരും ചിന്തിക്കുന്നത് മതിയാക്കാം, ഇനി എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ടീച്ചറമ്മ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. സുധാചന്ദ്രന്റെ കഥ നിങ്ങൾക്കറിയാമോ? സുധാചന്ദ്രന്റെ സ്റ്റോറി. ചെറുപ്പം മുതലേ ഭരതനാട്യം ഡാൻസർ ആയിരുന്നു ആ വ്യക്തി. 16-ാമത്തെ വയസ്സിലെത്തിയപ്പോ സുധാചന്ദ്രന്റെ എല്ലാ സ്വപ്നങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് അവർക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. ആ ആക്സിഡന്റിൽ അവർക്ക് അവരുടെ ഒരു കാല് നഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഡാൻസറെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാലുകൾ അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ കാല് നഷ്ടപ്പെട്ട അവര് സാധാരണ എല്ലാവരും എന്താ ചിന്തിക്കുക? എന്റെ കരിയർ തീർന്നു, ഇനി എനിക്ക് മുമ്പോട്ടില്ല, ഞാൻ ഇനി എങ്ങനെ ഡാൻസ് ചെയ്യും എന്ന് ചിന്തിച്ച് വിഷമിക്കുന്നിടത്ത് അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ജയ്പൂര് പോയിട്ട് പൊയ്ക്കാലുകൾ വെച്ചു. പൊയ്ക്കാലുകളിൽ മേലെ എഴുന്നേറ്റ് നിൽക്കാൻ നോക്കിയപ്പോ ഭയങ്കരമായിട്ടുള്ള വേദന. അതുപോലെ തന്നെ അവർക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മെല്ലെ മെല്ലെ അവർ നടക്കാൻ തുടങ്ങി, മെല്ലെ മെല്ലെ അവർ ഡാൻസ് ചെയ്തു തുടങ്ങി. ആളുകളെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള സ്റ്റേജ് ഷോകൾ ചെയ്യാൻ തുടങ്ങി. TV-യിലും അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിലേക്കും ഒക്കെ കടന്നു വന്നു. ഇപ്പൊ സുധാചന്ദ്രന്റെ ലൈഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതിശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വലിയ മെസ്സേജ് ആണ് സുധാചന്ദ്രന്റെ ലൈഫ് സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ടീച്ചറമ്മ ഈ കഥ നിങ്ങളോട് പറയാനുള്ള കാരണം, ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴേ തളർന്നിരുന്ന് കരയാതെ ചാടി എഴുന്നേൽക്കണം, മുന്നോട്ട് പോകണം.
എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് വരുന്നവരെയാണ് വിജയം കാത്തിരിക്കുന്നതെന്ന് മറന്നു പോകാതിരിക്കുക. ഞങ്ങളൊന്ന് പുറത്തു പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഭയങ്കര മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ പെയ്യുന്നുണ്ട്. എന്നാലും പോവാതിരിക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് പുറത്തു പോവാം. എന്തിനാ പോകുന്നതെന്നുള്ളത് വഴിയെ പറയാം. താഴെ ഇറങ്ങി വന്നപ്പോൾ അമല് ദേ TV കാണുന്നു. ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കല്യാണ വീട്ടിലേക്കൊന്ന് പോവാണ്. മറ്റന്നാളാണ് കല്യാണം, സൺഡേ. അപ്പോൾ ഇന്നൊന്ന് പോയി ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. കല്യാണത്തിനുള്ള നമ്മുടെ ഗിഫ്റ്റും ഒക്കെ കൊടുക്കണം. അപ്പോൾ കല്യാണ വീട്ടിലേക്ക് പോവാണ്. നല്ല മഴയാണ് കേട്ടോ. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. റോഡൊക്കെ കണ്ടോ നനഞ്ഞ് കിടക്കുന്ന. പിന്നെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തേക്കുന്നത് ഒന്ന് മേടിക്കണം. ഓക്കെ, ശരി ശരി. കല്യാണം എൻ്റെ കസിൻ്റെ കല്യാണമാണ് കേട്ടോ. ഞങ്ങൾ കൊച്ചുമക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ലാസ്റ്റിലത്തെ കല്യാണമാണ്. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഈ കല്യാണം അടിച്ചു പൊളിക്കണമെന്നാണ് വിചാരിക്കുന്നത്. മഴ പെയ്യുന്ന കണ്ടപ്പോൾ ചേട്ടനൊരു പാട്ട് പാടണമെന്നാണ് പറയുന്നത്. പാട്ട് നമുക്ക് കേട്ട് നോക്കാം അല്ലേ? അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പഴയതായി പോയ കാണുമ്പോ എന്താണ് ഓർമ്മ വരുന്നത്? കുറെ ദിവസമായിട്ട് എന്തൊരു മഴ കിട്ടിയായിരുന്നു. മഴ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് നല്ലോണം കൊരിച്ചിരുന്ന മഴ പെയ്യുമ്പോഴേ എനിക്ക് സ്കൂൾ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. ചേട്ടൻ ഏറ്റവും ഒരു ഹാപ്പി പിന്നെ ചൈൽഡ്ഹുഡ് ആയിരുന്നു ഉണ്ടായിരുന്നല്ലേ? വെരി ഹാപ്പി. യാതൊരു കാര്യം ചേട്ടൻ എപ്പോഴും പറയാറുണ്ട് അച്ഛനും അമ്മയും സഹോദരങ്ങളും ഏറ്റവും ഇളയ മകനാണ്. സ്നേഹമൊക്കെ കിട്ടി ഭയങ്കര എന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ലൈഫായിരുന്നു. സ്കൂളിലാണെന്നുണ്ടെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഊണ സമയത്ത് കറക്റ്റ് എത്തുമെന്ന് അറിയാം. പശുവിനും ആടിനെയൊക്കെ മേയ്ക്കാൻ വിട്ടിട്ട് കറക്റ്റ് സമയത്ത് വീട്ടിൽ കയറില്ല. അതേ അവസ്ഥയായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടാറില്ല. കാര്യം അവർക്ക് ആവശ്യം പോലെ പഠിക്കാനും കാര്യങ്ങളുണ്ട്. മാത്രമല്ല മാതാപിതാക്കളെ ഭയങ്കര അങ്ങനെയൊന്നുമില്ല. സ്കൂളിൽ രാവിലെ പെരുമഴ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു കുടയൊന്നുമില്ലല്ലോ. വാഴയില വെട്ടുക, കുടയ്ക്ക് പകരം തൊയ്ക്കുക, ഒറ്റ ഓട്ടോട്. ഈ മഴ ഈ പൊരിച്ചിട്ട് മഴ കാണുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ആ നൊസ്റ്റാൾജിയാണ് ഓർമ്മ വരുന്നത്. ഭയങ്കര രസം, നിഷ്കളങ്കമായ ബാല്യങ്ങളായിരുന്നു. റോഡ് മൊത്തം കുളമായി കിടക്കുകയാണ് ഗൈസ്. പഠിപ്പിച്ചിരുന്ന സ്കൂളിൻ്റെ അടുത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആണ് കേട്ടോ ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂള്. എനിക്കെന്നും എൻ്റെ സ്കൂളിനോട് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. കല്യാണ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് കേട്ടോ കല്യാണ പെണ്ണും ചെക്കനും. അവിടെ നിന്ന് ചായയും സ്നാക്സും ഒക്കെ കഴിച്ച് നേരെ ഞങ്ങൾ കുരിശുമൂട്ടിലേക്ക് പോയി. ഇതാണ് കേട്ടോ ഞാൻ ജനിച്ചു വളർന്നു എൻ്റെ സ്വന്തം തറവാട് വീട്. ഈ വീട്ടിൽ നിന്നാണ് എനിക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടായത്. എൻ്റെ പഴയ വീഡിയോകളിൽ ഈ വീട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, ലവ് യു.